ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വൺ നേഷൻ വൺ ഇലക്ഷൻ. അതെന്താണ്? നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വിമർശനങ്ങൾ എന്തൊക്കെയാണ്? പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ്? അതൊക്കെ നമുക്കൊന്ന് നോക്കി വരാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഒരു രാജ്യത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളും കൂടി ഒന്നിച്ച് നടത്തുക എന്നതാണ് അതിൻ്റെ ഒരു ആശയ ചുരുക്കം എന്ന് പറയുന്നത്. 1999 170 നിയമ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ആദ്യമായി ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. 2014 NDA സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഈ കാര്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കുന്നത് സജീവ ചർച്ചയായി മാറുന്നത്. തൊട്ടടുത്ത വർഷം 2015 അതിനുശേഷമാണ് 3 സമിതികൾ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടുകളെല്ലാം സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇത് നടപ്പാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്നത് പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇക്കഴിഞ്ഞ കാലയളവിലൊക്കെ. നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയും. അതുപോലെ തന്നെ ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാം, വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും, ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയും, സർക്കാർ നയങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും, അതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും. ഇതൊക്കെയാണ് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഗുണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. നേട്ടം പോലെ തന്നെ വിമർശനത്തിനും വിധേയമായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് NDA ആണ് കൊണ്ടുവരുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആശയമാണ്. ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തും, ദേശീയ വിഷയം മാത്രമായിരിക്കും ജനങ്ങളെ സ്വാധീനിക്കുക, സംസ്ഥാന പ്രാദേശിക വിഷയങ്ങളുടെ പ്രാധാന്യം കുറയും. അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാത് വിഷയങ്ങളാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറമായി പൊതുവായ വിഷയങ്ങൾ ഒന്നിച്ചൊരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ചർച്ചയാകുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിമർശനം. പ്രായോഗികമായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? അതുകൂടി നോക്കാം. ഭരണഘടനാ ഭേദഗതി വേണം, നിയമ ഭേദഗതികൾ കൊണ്ടുവരണം. അതായത് ഭരണഘടനയിലെ 5 അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്താൽ മാത്രമേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ. മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്തണം. കാലാവധി തീരാത്ത സർക്കാരുകളുണ്ട്. ആ സർക്കാരുകളെയൊക്കെ പിരിച്ചുവിട്ടിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചും ഒരു വ്യക്തത കുറവുണ്ട്. പൂർത്തിയാക്കാത്ത സർക്കാരുകളുടെ ഭാവി എന്തായിരിക്കും? അതായത് ഇപ്പോൾ 2026 നമുക്ക് സംസ്ഥാന സർക്കാർ മാറുകയാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു തുടർ ടേമിലേക്ക് പോവുകയാണ്, വാട്ടെവർ. എന്തായാലും അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ ഒരു വർഷം മാത്രം കാലാവധിയുള്ളപ്പോൾ ആ സർക്കാരിന് 2026 അധികാരമേറ്റ സർക്കാരിന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തത് കമ്മിറ്റിയെ കുറിച്ച് കൂടി പറയാം. രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തതോടുകൂടിയാണ് സംഭവം സീരിയസ് ആയി തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബർ 2 മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്. ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഇക്കൊല്ലം മാർച്ചിലാണ്. 2024 മാർച്ചിൽ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണ് എന്നത് കൂടി നമുക്ക് പരിശോധിക്കാം. പ്രധാന നിർദ്ദേശങ്ങളായി കമ്മിറ്റി മുന്നോട്ട് വെച്ചത് 2 ഘട്ടമായി ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാം എന്നതാണ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. അതിൽ 2 ഘട്ടമായി നടപ്പാക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താം എന്നതാണ്. 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. ഇതാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഇത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം.